ഇത് നമ്മളെ സ്വന്തം വടക്കര ഫിഷിംഗ് ഹാർബർ. അറിയാലോ, ട്രോളിങ് നിരോധനമായതുകൊണ്ട് മീനിനൊക്കെ തീപിടിച്ച് വിലയാണ്. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നോക്കുമ്പോൾ അത്യാവശ്യത്തിന് ചെമ്മീനുണ്ട്. ഈ പറയുന്ന ആഗോലിയൊക്കെ ഇതാ ഇപ്പോൾ ലേലം വിളിക്കുന്നത് 6500 ഈ കാണുന്ന മീനിന്. എന്തായാലും വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ മടക്കി അയക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് കടലമ്മ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ നല്ല തിരക്കുമുണ്ട്, അത്യാവശ്യത്തിന് മീനും കാണുന്നുണ്ട്. ഈ കാണുന്ന മീനൊക്കെ നിങ്ങൾക്ക് ചില്ലറ കറിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് ലേലം വിളിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ട മീൻ എന്നോട് ലേലക്കാരൻ 500 രൂപ പറഞ്ഞു. പക്ഷേ ഞാനത് വാങ്ങാൻ കൂട്ടാക്കില്ല, ഒന്ന് ആലോചിച്ച് തന്നു. അപ്പോഴേക്കും അയാൾ 400 തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, വാങ്ങിച്ചു. കാരണം അതിൽ അത്യാവശ്യം ചെമ്മീൻ ഉണ്ടായിരുന്നു, ഏകദേശം 1 കിലോ 2 കിലോയോളം ചെമ്മീൻ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളങ്ങനെ അവിടുന്ന് മീനും വാങ്ങി വീട്ടിലേക്ക് എത്തി. അത്യാവശ്യം 3 കിലോ 4 കിലോളം തൂക്കമുണ്ട്. പക്ഷേ കൂടുതലും ചരുക്കളായിരുന്നു. നമ്മളെ നാട്ടിൽ ഇതിനെ ചട്ടിപ്പറ്റി എന്ന് പറയും. ഗർഭിണി ആയതുകൊണ്ട് അവൾക്കും ഒരെണ്ണം കൊടുത്തു. മീൻ ഫുള്ള് മിക്സായിരുന്നു. നമ്മളിങ്ങനെ കലപ്പിലായതുകൊണ്ട് എന്നെല്ലാം പറയും, അതിനെ സെപ്പറേറ്റ് ആക്കി. പിന്നെ ചെമ്മീൻ വേറെ ചരു വേറെ, എന്നാലേ നമുക്ക് മുറിക്കാൻ എളുപ്പമാവുള്ളൂ. ഞാൻ കുറേ ദിവസമായി അച്ഛനോട് പറയുന്നു ജട്ടിയിൽ പോണം, അതുകൊണ്ട് ഇന്ന് പോയോണ്ട് കിട്ടി നല്ലോണം മീനില്ലെങ്കിലും വിഷമാന്ന്, മീൻ കൂടിയാലും വിഷമാന്ന്. കാരണം അത് മുറിക്കേണ്ട ആക്കുക അതൊരു പണി തന്നെയാണ്. അതിനിടയ്ക്ക് മൂത്ത മോള് വന്നിട്ട് പറഞ്ഞ് കുറച്ച് ഓല വേണം. അങ്ങനെ ഓല പറിച്ചു കൊടുത്ത്. എന്തിനാന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള എന്ത് പരിപാടിക്ക് നടക്കൂ ഇവള് വന്നിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും. എന്തായാലും നമുക്ക് നോക്കാം വീഡിയോൻ്റെ അവസാനം ഇവളെന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. മുറിച്ചെടുത്ത ഓല നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അതൊരു സ്കെയിലിൻ്റെ വലുപ്പത്തിൽ പീസാക്കിയിട്ട് എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് വെച്ച്, അത് കഴിയുമ്പോഴേക്ക് ഒരു സെക്ഷൻ മീൻ മുറിച്ചിട്ട് അമ്മ തന്നു. നമ്മളത് നേരെ കുക്കിംഗ് സെക്ഷനിലേക്ക് കൊടുത്തു. പിന്നെ ഈ ചെമ്മീൻ എന്നുള്ളതെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് അതങ്ങനെ കുറച്ച് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം മുറിച്ച് ബാക്കി എടുത്തുകൊണ്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച്. സത്യം പറഞ്ഞാൽ ഈ മീൻ മുറിക്കലെല്ലാം ഒരു മെനക്കെട്ട പണിയാണ്. ഒരുപാട് മീനുണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പുറത്തുനിന്ന് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് അകത്തുനിന്ന് ചരുക്കൾ പൊരിക്കാനും മുളകിടാനും വേണ്ടിയിട്ടുള്ള മസാലയെല്ലാം തയ്യാറാക്കിയിട്ട് വൈഫ് സെറ്റാക്കി വെച്ച്. വീട്ടിൽ വെക്കുന്ന മീൻകറി ഒരു രക്ഷയില്ലാത്ത മീൻകറിയാണ്. നല്ല ടേസ്റ്റാണ്. കാരണം കണ്ണൂർ സ്റ്റൈലിലും അതേപോലെ ചെറുവത്തൂർ സ്റ്റൈലിലും ഉള്ളൊരു മിക്സാണ് ഇവിടെ. വിശന്നൊരു വൈക്കായി. മീൻ വാങ്ങി വീട്ടിലെത്തുമ്പോൾ തന്നെ 1 മണിയായി. എന്തായാലും ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെയാണ്. പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കുക. ചെമ്മീൻ സെറ്റായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം എങ്ങനെയാണ്. 1 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, പിന്നെ പുളി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ പുതിർത്തി വെച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞൊഴിക്കാം. കരിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കരിവേപ്പില ഉണ്ടെങ്കിൽ മാത്രമേ ആ പൊരിക്കുന്നതിനും പിന്നെ മുളകിടുന്നതിനെല്ലാം ഒരു ഫ്ലേവർ വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പേസ്റ്റ് 2ാമത്തെ സെക്ഷൻ പേസ്റ്റ് ആക്കിയതാണ്. നേരത്തെ ആക്കിയ പേസ്റ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട്, മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടും മുളകിടാൻ വേണ്ടിയിട്ട് എടുത്തു. ഇതിപ്പോൾ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് 2ാമതും ആക്കിയ പേസ്റ്റാണ്. മീൻ നല്ല അടിപൊളിയായി പൊരിയുന്നുണ്ട്. മുളകിട്ടത് ഒരു സൈഡിൽ നിന്നാകുന്നുണ്ട്. കുറച്ച് ബാക്കി വന്ന ചെമ്മീൻ്റെ മസാല കലക്കി കറിയിലേക്ക് തന്നെ ഒഴിച്ച് ആ ഒരു ഫ്ലേവറും കൂടി വരട്ടെ. ചെമ്മീൻ ശരിക്കും പെരക്കിയിട്ട് 1 മണിക്കൂറെല്ലാം മസാല പിടിക്കാൻ വെച്ചാൽ നല്ലത്. എന്നാലും നല്ലോണം അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പിടിക്കും. പക്ഷെ നമുക്ക് 1 മണിക്കൂർ പോയിട്ട് 1 മിനിറ്റ് പോലും വെക്കാൻ വേണ്ടിയിട്ടുള്ള സാവകാശമില്ല. വിശന്ന് അങ്ങെത്തി. എല്ലാവരും കൂടി വന്ന് ചെമ്മീൻ ഈർക്കിളിയിലേക്ക് കുത്തിവെച്ച് പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ നമ്മൾ മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഫ്രൈങ് പാനിൽ പൊരിച്ചെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുന്നേ ചെയ്തത് നമ്മൾ ചാർക്കോൾ മറ്റേ അൽഫാമാക്കുന്ന പോലെ ചാർക്കോളിൽ ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക ചെയ്തത്. എന്തായാലും മസാലയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ചെമ്മീന് കുറച്ച് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെക്കട്ടെ. പൊരിച്ചത് ഒരു സൈഡിൽ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറിയൊരു വൈബുള്ള ഒരടുപ്പത്ത് മൊളീഷ്യൻ, അടുത്ത അടുപ്പത്ത് പൊരിച്ചത്, പിന്നെ ചെമ്മീൻ റെഡിയായി വരുന്നുണ്ട്.
മീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണേ, മീനില്ലെങ്കിൽ പാവം പരിപ്പ് കറിയും കൂട്ടി തിന്നേണ്ടി വരും. ഒന്നും തോന്നരുതേ, വിശന്നിട്ട് ഒരു നിവൃത്തിയില്ല, ഇടക്കാല ആശ്വാസം. നമ്മളീ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർ മീൻ പൊരിച്ചത് എന്നാണ് പറയുക. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഈ സാധനം ഉണ്ടല്ലോ നല്ല മുള്ളാണേ, ഈ ചട്ടിപ്പറ്റി എന്ന് പറയുന്ന കുട്ടിയൊക്കൊന്നും പറ്റൂല. അതുകൊണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് തിന്ന്. നമ്മളെന്തായാലും അടുത്ത സെക്ഷൻ പൊരിക്കാൻ സെറ്റാക്കി. അടിക്ക് പറ്റുന്നത് കൊണ്ട് വാഴയിൽ വെച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച്. ഈ വാഴയിൽ ഉണ്ടായി കഴിഞ്ഞുള്ള ഗുണം ഒന്ന്, നല്ല അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. പിന്നെ നമ്മളെ ശ്രദ്ധയൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചെമ്മീൻ ചിലപ്പോൾ കരിഞ്ഞു പോകും വാഴയിലില്ലാണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ മീൻ പൊരിക്കാനും ഒക്കെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, എന്നാലേ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും ഒരു സൈഡ് ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അത് പാകം നോക്കിയിട്ട് ഓരോരോ സ്റ്റിക്കായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അത് സെറ്റാക്കുന്നുണ്ട്. ഈ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതിൻ്റെ ആ ഒരു റേഷ്യോ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്താൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്രൈ ആക്കുമ്പോൾ കുറച്ചും കൂടി വലുപ്പമുള്ള ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ചെമ്മീനിൽ ഇപ്പോൾ എങ്ങനെ മസാല ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെമ്മീൻ്റെതായ ഒരു രുചി വേറെ തന്നെയാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വാഴയിലൊക്കെ ഒരുപാട് അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അച്ഛനും അമ്മയും മക്കളും വൈഫും എല്ലാവരും ഒന്നിച്ച് ചേർന്നിരുന്നു. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു ടേബിളിൽ പോയി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് എണീച്ച് വരുന്നതിനെക്കാട്ടിയും ആ ഒരു സന്തോഷം എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ച് കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖം. ഈ കാണുന്ന ചരുക്കളൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ ഉപയോഗിക്കുള്ളൂ, കാരണം അത് അത്രയ്ക്ക് മുള്ള. ആ മീൻ പക്ഷേ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ. മക്കൾക്ക് പിന്നെ ചെമ്മീൻ ഇഷ്ടമായതുകൊണ്ട് അവർക്ക് ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ച കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഹാപ്പിയാണ്. ശരിക്കും ഹാർബറിൽ മത്തി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, കാരണം മത്തിയാണല്ലോ ഇപ്പോഴത്തെ താരം. മുന്നേ അച്ചാച്ചനൊക്കെ ഉള്ള കാലത്ത് ഈ മത്തി വലിയ കൂട്ടയിൽ വാങ്ങിയിട്ട് തെങ്ങിന് വളമായിട്ടിടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അത്ര പോലും ആർക്കും വേണ്ടാത്തൊരു മീനായിരുന്നു മത്തി. പക്ഷേ ഇപ്പം മത്തീനെ പൊടിയിട്ട് നോക്കിയാൽ കിട്ടാനില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.